കേരളശ്ശേരി ശ്രീ കള്ളപ്പാടി ക്ഷേത്രത്തിൽ നടന്ന വെങ്കടേശ്വരാതുരം സ്മരണികാ പ്രകാശനത്തിൻ്റെ ഒന്നാം ഭാഗം ഞങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടാം ഭാഗമാണ്. ആ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇതിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കുക. നമോ നമഃ ശങ്കരപാർവതീഭ്യാം. ശ്രിയാ ശാതകുംഭദ്യുതിസ്നിഗ്ധകാന്ത്യാ ധരണ്യാ ച ദൂർവാദശ്യാമളംഗ്യാ കവത്രദ്വയേനാമുനാതോഷിതായ ത്രിലോകീഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. സമാദരണീയനായ സ്വാമിജി ശ്രീ കൃഷ്ണാത്മാനന്ദജി കള്ളിപ്പാടത്തെ പരമപാവനമായ ഈ ക്ഷേത്ര മഹാകുടുംബത്തിലെ കാരണവന്മാരും അംഗങ്ങളുമായിട്ടുള്ള ക്ഷേത്രം തന്ത്രി, മേൽശാന്തി, ഊരാളൻ, ഭരണസമിതി ചെയർമാൻ, ഭരണസമിതിയുടെ മറ്റ് ഭാരവാഹികൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വിവിധ ചുമതലകൾ വഹിക്കുന്ന സഹോദരി സഹോദരന്മാർ, ക്ഷേത്ര ജീവനക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾ എല്ലാം അടങ്ങുന്ന ഈ മഹാകുടുംബത്തിന് നമസ്കാരം. ഒരുപക്ഷെ പൂജനീയ സ്വാമിജിയും ഞാനും മാത്രമാവാം പുറമേ നിന്നുള്ള ആളുകൾ. ബാക്കി എല്ലാവരും ഈ കുടുംബത്തിലെയാണ്, നിങ്ങളും ഈ കുടുംബത്തിലെയാണെന്ന് അവകാശപ്പെടുകയാണ്. സ്വാമിജി പറഞ്ഞു കുറച്ച് ദിവസം മുൻപ് മറ്റൊരു സുപ്രധാന ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആളാണ്. ഇവിടെ ഒരു മേൽശാന്തിയെ സമാദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഞാനിവിടെ നിന്ന് ഓർമ്മിക്കുകയായിരുന്നു, എൻ്റെ മുത്തച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മേൽശാന്തിയായിരുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തി പൂജ ചെയ്ത് കഴിഞ്ഞാണ്. അതുപോലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന ഊരാളെന്നുള്ളൊരു പദവി എനിക്കുണ്ട്. അപ്പൊ ഞാനും ഈ കുടുംബത്തിലെ തന്നെയാണെന്ന് ഒരു അവകാശവാദം സ്വാർത്ഥാന്ന് വിചാരിച്ചു ഉന്നയിക്കുകയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഒന്നാണ്. ഒരു വലിയ കുടുംബം. ഒരു വലിയ കുടുംബത്തിലെ ആളുകൾ എല്ലാവരും കൂടുമ്പോൾ പ്രത്യേകമായൊരു സന്തോഷമുണ്ട്, സുഖമുണ്ട്. ആ സുഖമാണ് ഇപ്പോ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്ത്രിയും മേൽശാന്തിയും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഊരാളന്മാരുടെ മുഖ്യമായിട്ടുള്ള സുഭദ്രൻ ടീച്ചറുണ്ട്. ബാക്കി ഭക്തജനങ്ങളുണ്ട്, ഘടകക്കാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, ഭരണസമിതിയുടെ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കൊക്കെ സുഖമുള്ളൊരു അവസരമാണ്, സന്തോഷമുള്ള അവസരം. അതിൻ്റെ കൂടെ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം, ക്ഷേത്ര ആരാധനയുടെ പ്രത്യേകത, ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം, ഇതൊക്കെ അനുസ്മരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ആ കാര്യങ്ങളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്മരണിക കൂടി ഉണ്ടായി എന്നുള്ളത് സ്വർണത്തിന് സുഗന്ധം പോലെ കൂടുതൽ സന്തോഷപ്രദമായിട്ടൊരു കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും അറിയാമെന്ന്, കേൾക്കാമെന്ന്, അനുഭവിക്കാറുണ്ട്. അതൊക്കെ മറന്നുപോവുകയും ചെയ്യും. പലപ്പോഴും രേഖപ്പെടുത്തപ്പെടാറുണ്ട്. ഒരു പ്രദേശത്തിന് എങ്ങനെ ആ പേര് വന്നത്,
ഒരു ക്ഷേത്രത്തിന് എങ്ങനെയാണ് ആ പേര് വന്നത്, ആ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി എന്താണ്, ചരിത്രം എന്താണ്, പ്രധാന പ്രതിഷ്ഠകൾ എന്താണ്, ഉപദേവതകൾ എന്താണ്, അതുപോലെ ക്ഷേത്ര സങ്കല്പം എന്താണ്, ഇതൊന്നും നമ്മൾ അധികം രേഖപ്പെടുത്തി കാണാറില്ല, പഠിക്കാൻ അവസരം കിട്ടാറുമില്ല. വരുന്ന തലമുറയ്ക്ക് അത് കിട്ടണം. എന്താണ് ഈ ക്ഷേത്രം, എന്താണ് ഇതിന്റെ ചരിത്രം, ഏതവസ്ഥയിൽ നിന്നാണ് ഇത് വീണ്ടും സമുദ്ധരിക്കപ്പെടുന്നത് എന്ന് വരുന്ന തലമുറ, യുവതലമുറ അറിഞ്ഞിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത് അവരിലാണ്, യുവതലമുറയിലാണ്. എന്റെ എല്ലാ പ്രതീക്ഷകളും യുവജനങ്ങളിലാണ് എന്ന് വർഷങ്ങൾക്ക് മുൻപ് പൂജനീയ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ എന്തുകൊണ്ട് മനുഷ്യൻ സുഖം കിട്ടും എന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തില് നേരത്തെ സ്വാമിജി മറ്റ് രംഗങ്ങൾ തേടിപ്പോയി വീണ്ടും ക്ഷേത്രത്തിലേക്ക് വന്ന യുവജനങ്ങളായ അർച്ചകന്മാരെ പറ്റി, പുരോഹിതന്മാരെ പറ്റി സൂചിപ്പിക്കുകയും എവിടെയാണ് സുഖം എന്ന് അന്വേഷിക്കുന്നവരാണ് എല്ലാവരും. എന്നിട്ട് എന്തൊക്കെയോ സുഖമാണെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലേക്ക് കുറെ ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി കുറെ കഴിയുമ്പോഴാണ് ഇതുമല്ല അതുമല്ല അതിന്റെ അപ്പുറത്തുള്ളതുമല്ല എന്ന് അറിയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സുഖം? മനസ്സിന്റെ സുഖമാണ്. കുറെ സുഖഭോഗങ്ങൾ ഉണ്ടായതുകൊണ്ടോ വലിയ ഒരു വീടുണ്ടായതുകൊണ്ടോ സമ്പത്തും സൗഭാഗ്യങ്ങൾ ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല. മനസ്സിന് സന്തോഷം ഉണ്ടാവണം, മനസ്സിന് സുഖം ഉണ്ടാവണം. അതിന് വേണ്ടത് സമ്പത്തല്ല, അല്ലെങ്കിൽ എവിടെ പോയി ഇരിക്കണു, തന്റെ ഇരിപ്പിടം തന്റെ വാസസ്ഥലം ഏതാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ തന്റെ സമ്പത്ത് ധനം എത്രയാണ്, എത്ര ഉയർന്നതാണ് എന്നുള്ളതല്ല. അതിനൊക്കെ അപ്പുറമുള്ള ഒരു കാര്യമാണ്. അതെന്താണ്? അതാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടേണ്ടത്. എവിടെ ഇരിക്കണു, എവിടെ ഇരുന്നാലും ഒരുപോലെ. ഗുഹായാം ഗേഹേവ ബഹിരപി വനേവ അദ്രിശിഖരേ ജലേവ വന്യവ വസതു വസതേ കിം വദഫലം. എവിടെ ഇരുന്നാണ്? വീട്ടിൽ താമസിച്ചാല് ഗൃഹസ്ഥനായാലും കുടുംബനാഥനായ കുടുംബവും പോയിട്ട് ഇരുന്നാലും വേണ്ടില്ല, കുടുംബമൊക്കെ വിട്ട് പുറത്തു പോയാലും വേണ്ടില്ല, തപസ്സായിട്ട് വല്ല ഗുഹയിൽ ഏകാന്തതയിൽ പോയിരുന്നാലും വിരോധമില്ല. അതിശിഖരെ ആരുമില്ലാത്ത പർവ്വത ശിഖരങ്ങളിൽ പോയിരുന്നാലും വിരോധമില്ല. ജലേവ വന്യവ വെള്ളത്തിന് നടുവിലോ തീയിന്റെയും ചൂടിന്റെയും നടുവിലോ പഞ്ചാഗ്നി മധ്യ തപസ് എന്നൊക്കെ നമ്മള് പുരാണങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെയുള്ള തപസ്സിലായാലും വേണ്ടി വസത്തെ കിം വദ ഫലം. വസതി താൻ എവിടെ ഇരിക്കുന്നു അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് എന്ത് കാര്യമുള്ളൂ? അതുകൊണ്ട് കാര്യമൊന്നുമില്ല, എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. കാര്യം എവിടെയാണ്? അന്ധകരണത്തിലാണ്. സദാ യസ്യൈവ അന്ധകരണമപി ശംഭോ തവ പദേ സ്ഥിതം ചെയ്ത്. ശംഭോ മഹാദേവ, ഒരുവന്റെ മനസ്സ് പൂർണ്ണമായിട്ടും എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. ശംഭോ തവ പദേ സ്ഥിതം ചെയ്ത്. അത് അല്ലയോ മഹാദേവ, അല്ലയോ മഹാവിഷ്ണു, അയ്യപ്പസ്വാമി, ഭഗവതി എന്തു പേര് വിളിച്ചാലും ഉണ്ട്. ആ ഭഗവാന്റെ ഭഗവതിയുടെ ചരണാരവിന്ദങ്ങളില് എപ്പോഴും അന്ധകരണം ഉറക്കുകയാണെങ്കിൽ, മനസ്സുറക്കുകയാണെങ്കിൽ അതാണ് ശരിയായ യോഗം, അതാണ് ശരിയായ ഭക്തി, അതാണ് ശരിയായ സുഖം. അന്ധകരണമപി
ശംഭോ തവ പദേ സ്ഥിതം ചെയ്ത് യോഗോസവും. അതാണ് യോഗം. യോഗ എന്ന് പറയുന്നത് സമ്പാദിക്കാൻ സാധിച്ച ആളാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ, ധനവാൻ ആയിട്ടുള്ള ആൾ. അല്ലാതെ ഭൂമിയും കെട്ടിടങ്ങളും കുടുംബവും ഒക്കെ കൊണ്ട് നടക്കുന്നവരും അല്ല. അങ്ങനെ മനസ്സ് ഉറച്ചാൽ ആളെ പരമയോഗി എന്ന് നമുക്ക് വിളിക്കാം. സച പരമയോഗി സച സുഖി. ആ ആളാണ് യഥാർത്ഥത്തില് സുഖി, സുഖമുള്ളവൻ. അല്ലാതെ സമ്പത്തുള്ള ആളുകളല്ല, വലിയ വീടും കൊട്ടാരങ്ങളും ഉള്ളവരല്ല, ഒരുപാട് സമ്പാദ്യമുള്ളവരല്ല. അങ്ങനെയൊക്കെയുള്ള പല ആളുകളും നമ്മള് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓടി ഭാരതത്തിൽ വന്ന് കാശിയിലും ഹരിദ്വാറിലും ഋഷികേശിലും ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഹിമാലയത്തിന്റെ മുകളില് മഹാതപസ്വികളായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ കാൽക്കൽ നമസ്കരിച്ച് അവിടെ പോയിരിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ താഴെ സമതലത്തിലെ ആശ്രമങ്ങളിൽ വന്ന് ഞങ്ങൾ മുറ്റമടിക്കാം, ഞങ്ങൾ ആശ്രമം ശുചീകരിക്കാം, ഞങ്ങൾ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അത് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ അവർക്ക് അവരുടെ നാട്ടിൽ അമേരിക്കയിലോ ബ്രിട്ടനിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ കിട്ടാത്ത സുഖഭോഗങ്ങളൊന്നും അന്വേഷിച്ചിട്ടല്ല അവരിവിടെ വന്നു. ഇവിടെ വരുമ്പോ അവർക്ക് ഈ സുഖം കിട്ടുന്നുണ്ട്. സുഖം ആത്യന്തികം എന്ന് പറയുന്ന ആ സുഖം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള സങ്കേതങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. പൂർവാചാര്യന്മാര് അവരുടെ തപസ്സുകൊണ്ട് സർവസമർപ്പണ രീതിയില് ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് മഹാക്ഷേത്രങ്ങൾ ഉണ്ടാക്കി തന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ പരശുരാമ മഹർഷിയുടെ പ്രതിഷ്ഠയാണ്. പരശുരാമൻ അവതാരമൂർത്തി കൂടിയാണ്. അല്ലെങ്കിൽ ശ്രീ സുബ്രഹ്മണ്യയുടെ പ്രതിഷ്ഠയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹർഷീശ്വരന്മാരുടെ പ്രതിഷ്ഠയാണ് ഇത് ചരിത്രത്തിൽ വായിക്കാറുണ്ട്. ഈ പരശുരാമനോ ശ്രീ സുബ്രഹ്മണ്യക്കോ ക്ഷേത്രം നിർമ്മിച്ചിട്ട് വല്ല കാര്യമാണ്? അവർക്ക് ആവശ്യത്തിനല്ല ക്ഷേത്രം നിർമ്മിച്ചത്. അവര് ക്ഷേത്രവും ക്ഷേത്രാരാധനയുടെ ഒക്കെ തലത്തിൽ നിന്ന് എത്രയോ ഉയർന്ന തലങ്ങളിൽ വിഹരിച്ച ആളുകളാണ്. അത്രയും ഉയർന്നു പോയ ആ പരമകാരുണികന്മാരായ അവതാരമൂർത്തികളും മഹർഷി ശ്രേഷ്ഠന്മാരും ആചാര്യവര്യന്മാരും നമുക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി തന്നത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, വരുന്ന തലമുറകളുടെ നന്മ ഉദ്ദേശിച്ചിട്ടാണ്. ആ മഹർഷീശ്വരന്മാരുടെ ആചാര്യന്മാരുടെ ഇംഗിതം മനസ്സിലാക്കി ക്ഷേത്രം അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തലമുറ, എന്റെ മുൻപിലുള്ള തലമുറ എനിക്കറിയാം, അവരൊക്കെ വളരെ നിഷ്ഠ ഉള്ള ആളുകളായിരുന്നു. എൻ്റെ തലമുറയിലുള്ള ഭൂരിഭാഗം ആളുകളും അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ തലമുറ ഭേദമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ കുറെ ആളുകളെങ്കിലും ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു, ക്ഷേത്രം സമുദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, സത്സംഗങ്ങൾ നടത്തുന്നു, സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നു, ധാരാളം പാരായണാദി കാര്യങ്ങൾ കേൾക്കുകയും സംഘടിപ്പിക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരുപാട് സപ്താഹ യജ്ഞങ്ങൾ നടക്കുന്നു. രാമായണ പാരായണങ്ങളും നാരായണീയ പാരായണങ്ങളും നടക്കുന്നു. ഈ കർക്കിടക മാസം മുഴുവനും ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറേ ക്ഷേത്രങ്ങളിൽ പോവാനിടയായി. കർക്കിടക മാസത്തിൽ എവിടെ ചെന്നാലും അമ്മമാര് വളരെ ഭക്തി ആദരങ്ങളോടുകൂടി
രാമായണം വായിക്കുന്നത് കേൾക്കാൻ അവസരമുണ്ടാകുന്നു. അമ്മമാരെ പ്രത്യേകം എടുത്തു പറയണത് ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും മുൻപിൽ കാണുന്നത് അവരെയാണ്. തികഞ്ഞ അർപ്പണത്തോടു കൂടിയിട്ട് അവർക്ക് യാതൊരു പ്രതീക്ഷയില്ല, യാതൊരു ആവശ്യവുമില്ല. അവരവരുടെ കുടുംബത്തിൽ നിന്ന് വായിക്കാൻ തയ്യാറായി പുസ്തകമായിട്ട് വരുന്നു, വായിക്കുന്നു, പോകുന്നു. ഒരപേക്ഷയുമില്ല. ക്ഷേത്ര ഭാരവാഹികളുടെ മൈക്ക് കൊടുത്തെങ്കിൽ മൈക്കുണ്ട്. അവര് 4 വിളക്ക് അധികം വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ട്, ഇല്ലെങ്കിൽ ഒരു വിളക്ക് മതി. ഒരു വിളക്കും ഈ വായനയുണ്ടായ തൃപ്തിയായി. ഈ തരത്തില് സമാജത്തില് വലിയ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ തലമുറയേക്കാൾ ഭേദമാണ് ഇപ്പോഴത്തെ തലമുറ. ഏതായാലും ക്ഷേത്ര പാരമ്പര്യം, ക്ഷേത്ര പൈതൃകം നമുക്ക് നിലനിർത്താം. വലിയ അതിസൂക്ഷ്മേക്ഷിക കൊണ്ട് നോക്കി നോക്കി മനസ്സിലാക്കി ഉൾക്കൊണ്ട് സാക്ഷാത്കരിച്ചു പോകേണ്ട തീവ്ര സാധനയുടെയും ജ്ഞാനയോഗത്തിൻ്റെയും പദ്ധതിയിലേക്ക് പോകാൻ പറ്റാത്ത സാധാരണക്കാർക്ക്, ഭക്തിയുടെ മാർഗത്തിൽ കൂടെ പോകുന്ന നമ്മെ പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള സങ്കേതങ്ങളാണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സങ്കേതങ്ങളിൽ കേന്ദ്രീകരിച്ച് പാരായണങ്ങളും ഭക്തിപരമായ കാര്യങ്ങളും നടത്തിക്കൊണ്ട് താൻ ആരാണ്, തൻ്റെ പൈതൃകം എന്താണ്, തൻ്റെ ഗ്രാമത്തിലെ ക്ഷേത്രം എന്താണ്, അതിൻ്റെ പാരമ്പര്യം എന്താണ്, ആചാര്യന്മാർ പകർന്നു തന്നിട്ടുള്ള അറിവും ഭക്തിയും എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന സുഖം എന്താണ് എന്ന് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള സങ്കേതങ്ങളായിട്ട്, ധർമ്മക്ഷേത്രങ്ങളായിട്ട് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും മാറണം. അത് വെറുതെ ആരോ ഒരു കെട്ടിടം ഉണ്ടാക്കി വിട്ടതൊന്നുമല്ല. അത് അവിടുത്തെ ശാന്തിക്കാരുടെയും കഴകക്കാരുടെയും കമ്മിറ്റിക്കാരുടെയും ആവശ്യത്തിനുള്ളൊരു സ്ഥാപനമല്ല. അവരൊക്കെ അങ്ങേറ്റ അർപ്പണത്തോട് കൂടിയിട്ട് ഇത് ചെയ്യുന്നത് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധം നമ്മുടെ സമാജത്തിലെ ആളുകളിൽ വളർത്തിക്കൊണ്ടുവരണം. അവർ നിത്യേന ക്ഷേത്ര ദർശനം നടത്തണം, ക്ഷേത്രത്തിൽ വരണം. രാവിലെ കുറെ ആളുകൾ നടക്കാൻ പോകണമെന്ന് പറഞ്ഞ് കാണാറുണ്ട്. ടാറിട്ട റോട്ടിൽ കൂടെ തെക്ക് വടക്ക് നടക്കുന്നത് കാണാറുണ്ട്. ഞാൻ അവരോട് പലരോടും പറയാറുണ്ട്, ഈ നടത്തം അമ്പലത്തിലേക്ക് ആക്കിക്കൂടെയെന്ന്. ഈ നടത്തത്തിൽ 2 കാര്യമുണ്ട്. നടക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, നടക്കുന്നു എന്ന ആരോഗ്യപരമായ നമ്മുടെ വൈദ്യശാസ്ത്രം അനുശാസിക്കുന്ന കാര്യം. അതിൻ്റെ കൂടെ ശുദ്ധവായു കിട്ടുന്നു എന്നുള്ളത്, അതുപോലെ ശുദ്ധമായ സൂര്യപ്രകാശം കിട്ടുന്നു എന്നുള്ളത്. ഇതൊക്കെ ഭൗതികമായ കാര്യമായിരിക്കാം. ശുദ്ധവായുവും ശുദ്ധമായ പ്രകാശവും നടത്തവും ഒക്കെ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ശുദ്ധി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. വേറൊരു സമാധാനം, വേറൊരു സുഖം നമ്മുടെ ഉള്ളില് ജാഗ്രതാവുന്നു. ആ സുഖത്തിനും കൂടി വേണ്ടി ആയാൽ ഈ നടത്തം ഇരട്ടി പ്രയോജനമുള്ളതാവില്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശരീരത്തിന്, മനസ്സിന്, നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് പൂർവാചാര്യന്മാർ തന്നിട്ടുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ പ്രാധാന്യം വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിതമായ ജീവിതം അത് കാഴ്ചവെച്ച ആദരണീയനായിട്ടുള്ള മേൽശാന്തിയെ നമ്മൾ സമുചിതമായിട്ട് ആദരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള, അഭിമാനമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്ര ചരിത്രവും പാരമ്പര്യവും വരുന്ന തലമുറകൾക്ക് കൂടി അറിയാനുതകുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സ്മരണിക രൂപത്തിൽ പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത്.
ഇതിന് നേതൃത്വം കൊടുത്ത ക്ഷേത്ര ഭാരവാഹികളോട്, സ്മരണിക കമ്മിറ്റിയോട് എത്ര നന്ദി അറിയിച്ചാലും അധികമാവില്ല. ഏതായാലും ഈ സംരംഭത്തിന് മുതിർന്ന ഈ ക്ഷേത്ര കുടുംബത്തിലെ മുതിർന്നവരും സമപ്രായക്കാരും കുട്ടികളുമായ എല്ലാ അംഗങ്ങളോടും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കി. വളരെ മനോഹരമായ ഒരു പുതിയ പ്രഭാഷണം നടത്തിയത് അങ്ങയുടെ ചിന്താ തലങ്ങളിലൂടെ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയത്. വേദിയിലെ അധ്യക്ഷൻ, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇത്തരമൊരു വേദിയിൽ ഒരു ആശംസാ പ്രസംഗം നടത്താൻ ഒരു യോഗഭാഗ്യം ഉണ്ടായത്. ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ കൂടി ആശംസാ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതിന് ഈ കമ്മിറ്റി ഭാരവാഹികളോട് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അതിന് കാരണബോധനായ ജയമണിയോട് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇപ്പം ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ കേരളശ്ശേരിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയം വാദ്യവുമായി ബന്ധപ്പെടുത്തി പറയാം. അധിക പ്രസംഗമായി ദയവായി കരുതരുത്. കല്ലൂർ രാമൻകുട്ടിമാരാർ, തായമ്പകയിലെ അധികാരികൾ കല്ലൂർ രാമൻകുട്ടിമാരാർ ഒരു തായമ്പക കൊട്ടി വെച്ച് ആ വേദി വിട്ട് പോയി. ഇന്നലെ കൊട്ട് പഠിച്ച് അരങ്ങേറ്റം കഴിച്ചു വന്ന് വീണ്ടും ഒരു കൊട്ട് അവതരിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്രായക്കാരൻ്റെ വാക്കുകളിൽ മാത്രമേ ഇതിനെ കാണാവൂ. അദ്ദേഹത്തിനെ മഹാരഥന്മാരുടെ കൂടെ വേദി പങ്കിടാൻ കഴിഞ്ഞതിന് അങ്ങേയറ്റത്തെ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വേദിയിൽ പറയാതിരിക്കാൻ നിവൃത്തില്ല. ജയമണിയേട്ടൻ എന്ന് പറഞ്ഞാൽ കേരളശ്ശേരിയുടെ ശരിക്കും അത് സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ഒരു വഴിപാട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴിപാട് കൊടുക്കുമ്പോൾ അത് ആത്മാർത്ഥമായി ഭഗവാനിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് തോന്നൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം വളരെ വലുതാണ്. നേരത്തെ സുഹൃത്തെടുത്ത് പറഞ്ഞതുപോലെ ഓരോ ഗ്രാമപ്രദേശത്തെ ഓരോ അമ്പലങ്ങളിൽ നമ്മൾ പോകുമ്പോഴും അമ്പലത്തിലെ പ്രതിഷ്ഠയോടൊപ്പം തന്നെ കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. അതുകൂടി കണ്ട് അവരോടും കൂടി സംസാരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഭാഗം പൂർണ്ണമാവുക. ഉദാഹരണം, കള്ളപ്പാടി അമ്പലത്തിൽ വന്നു, ദേവനെ തൊഴുതു, കൃഷ്ണനെ തൊഴുതു, എല്ലാവരും തൊഴുതു. അത് കഴിഞ്ഞാൽ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിന്റെ ധർമ്മത്തോടു കൂടിയിട്ടുള്ള വിശേഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ തീർത്ഥവും ചന്ദ്രനും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കിട്ടുന്ന സമാധാനം ഒരുപാട് അധികമാണ്. ഇതേപോലെ തന്നെ കേരളശ്ശേരി കൂട്ടാല പ്രകൃതി ക്ഷേത്രത്തില് അവിടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് അത് ഉണ്ടാവാതിരിക്കാറില്ല. എല്ലാ ഭഗവതി തോന്നുന്ന ഓപ്പയെ കാണുക എന്നൊന്ന് ആ ഓപ്പാണെന്നുള്ള അവൻ വർഷങ്ങളായിട്ട് കാര്യം ചെയ്ത വ്യക്തിയാണ്. ഇപ്പം മെയ്യ സ്വമേധയാ തോന്നിയിട്ട് വിശ്രമം ചെയ്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ പൂർണ്ണതയിൽ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഇത് ഒരിക്കലും നമുക്ക് ഗുരുമാനയിലോ ശബരിമലയിലോ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവിടെ പോയി ഭഗവാനെ കാണുന്നത് തന്നെ പുണ്യമാണ്. അപ്പോൾ ഏത് കാര്യത്തിനെയും കർമ്മത്തിൽ മാത്രം സംസാരിച്ച് കർമ്മത്തോടുകൂടി കാണുന്ന ജയമലയുടെ മനസ്സിൽ ഒരു ചെറിയ മുഖത്തിന് ചെറിയൊരു ചാഞ്ചാട്ടം എനിക്ക് ഇന്ന് വന്നതേ കണ്ടത്. ചിലപ്പോൾ അദ്ദേഹം ഇത്രയും വർഷം എന്റെ സ്വന്തം എന്ന് കരുതിയിരുന്ന സ്വന്തം എന്ന് കരുതിയിരുന്ന കള്ളപ്പാടി അമ്പലത്തിൽ നാളെ മുതൽ അദ്ദേഹം അതിഥി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഒരു ക്ഷണിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു ദിവസം ഒരു മുറിയിൽ താമസിക്കുമ്പോൾ ആ മുറിയോട് നമുക്ക് തോന്നുന്ന അടുപ്പം കള്ളപ്പാടി അമ്പലത്തിൽ ഒക്കെ പോലെയും മറ്റാരെക്കാൾ കൂടുതൽ അറിയുക എനിക്ക് തോന്നുന്നു ജയമണിയുടെ കള്ളപ്പാടി അമ്പലത്തിനകത്ത് എന്ത് എവിടെ ഇരിക്കുന്നു എങ്ങനെ ഉണ്ടെന്നുള്ള അറിയുന്ന ജയമണിയാണ്. ഇദ്ദേഹം ഇതിലൂടെ ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ 30 വർഷം ആ കൊണ്ടുതന്നെ ഓർമ്മകളെല്ലാം വരും. പക്ഷെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനം കൊള്ളുന്നത് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അദ്ദേഹത്തെ ആജീവനമുള്ളതായിട്ട് ഇവിടേക്ക് തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ എപ്പോഴും തിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ഭാഗം ഈ സ്മൃതികൾ വായിച്ചാൽ മുത്തശ്ശനെ പറ്റി പറയുമ്പോൾ വാതിൽ കൊണ്ട് നോക്കി മുത്തശ്ശന്റെ കീഴ്ത്താടി വിഷു പോലെ പ്രവർത്തിച്ചു തുടങ്ങി. മുത്തശ്ശൻ എല്ലാം നോക്കിയെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കീഴ്ത്താടി പോലെ
മിഷൻ പോലെ പ്രവർത്തിച്ചില്ല. ഓർമ്മയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന വാക്കുകളുണ്ട്, സ്മരണകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഈ ഒരു പണിയിറക്കം, ജയമണിയുടെ ഈ ഒരു പണിയിറക്കം, അല്ലെങ്കിൽ ജയമണിയുടെ ഇവിടുത്തുള്ള ഈ ഒരു വിശ്രമ ജീവിതത്തിലേക്കുള്ള പോകും. വിശ്രമ ജീവിതം എന്ന് പറയാൻ പറ്റിയ ഒരു കടപ്പാടി വന്നു കഴിഞ്ഞാൽ ജയമണിയെ കാണാം, ജയമണിയോട് സംസാരിക്കാം എന്നുള്ളത് ഇല്ലാതാകുന്നു എന്നൊരു തോന്നൽ അങ്ങേയറ്റത്തെ വിഷമമുളകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ കമ്മിറ്റി, ഈ ക്ഷേത്ര കമ്മിറ്റി ഇത്രയും ശക്തമായി അദ്ദേഹത്തിന് ഇങ്ങനൊരു ആദരവ് സംഘടിപ്പിച്ചതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ആ മംഗളപത്രത്തിലെ വാക്കുകൾ, ആ മംഗളപത്രം സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിവിടെ പാടി ഫലിപ്പിച്ച സരിത സംഗീത എന്ന ആ സംഗീത അധ്യാപികയും അദ്ദേഹത്തെ സിന്ധു സതീഷ് അവകളും ഇതിങ്ങനെ സംഘടിപ്പിച്ച കമ്മിറ്റിക്കാരും ഞാൻ അവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ മംഗളപത്രത്തിന്റെ അവസാന വാക്ക് വന്നപ്പോൾ 2 ഇറ്റ് കണ്ണുനീർ ഇവിടെ ഒരു ഭക്തയുടെ കണ്ണിൽ നിന്ന് വന്നു. അത് തീർച്ചയായും ജയമണിയോടുള്ള സ്നേഹവും ആദരവും മാത്രമാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തായാലും ജയമണിയേട്ടന് ഇനിയുള്ള കാലങ്ങൾ ഒരു സ്വതന്ത്ര പദവിയായി നമ്മുടെ ഇടയിൽ ഇനിയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന സ്നേഹസമ്പന്നരായ ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏതാണ്ട് 2.5 പതിറ്റാണ്ട് കാലത്തോളം ബാങ്കിൽ ജോലി ചെയ്യാറുണ്ട്. ഈ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ കക്ഷികൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉപഭോക്താക്കൾ വന്നിട്ട് മാനേജർ ഇല്ലേ എന്ന് ചോദിക്കും. മാനേജറെ ആ കൗണ്ടറിൽ അല്ലെങ്കിൽ മാനേജറുടെ ക്യാബിനിൽ മാനേജറെ കണ്ടില്ലെങ്കിൽ അവർ പല സ്ഥലത്തും നിന്ന് എന്നാ വരിക, ലീവാണോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ അതായത് ജൂനിയർ ഇത്തരത്തിൽ നമ്മുടെ കൂടെ ഇതുവരെ നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് മാർഗദർശിയായിട്ട് പ്രവർത്തിച്ച ജയമണി തിരുമേനിയുടെ ആ ഒരു യോഗം എന്ന് പറയുന്നത് ഒന്ന് പിരിഞ്ഞു പോകും, ഞങ്ങളുടെ കൂട്ടത്തിൽ പിരിഞ്ഞു പോകുന്നതാണ്. ആ ഒരു ഞങ്ങൾക്ക് എങ്ങനെയത് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ ആജീവനാന്ത മെമ്പർഷിപ്പ് ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നേരത്തെ പലരും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജയമണി എവിടെ നിന്ന് പോകുന്നു എന്നുള്ള ആ ഒരു കത്ത് തന്നപ്പോൾ തന്നെ കുറച്ചു കാലം കൂടി ഈ ക്ഷേത്രത്തിൽ നമ്മളെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. മുത്തശ്ശനായിരുന്ന സമയത്ത് വളരെ വയ്യാതെ മുത്തശ്ശനെ ഒരാൾ ഒരു വശത്ത് പിടിച്ചാൽ പോരാ, രണ്ടാൾ 2 വശത്ത് പിടിച്ചാൽ കുറച്ചുകൂടി സൗകര്യമാണ് എന്നുള്ള നിലയ്ക്ക് മുത്തശ്ശൻ കുറേ കാലം അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും വയ്യാതുള്ള ഒരവസ്ഥയിൽ കൂടി മുത്തശ്ശൻ വന്ന് പൂജ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഗുരുസ്വാമി കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ ഈ ഉപനയന ചടങ്ങ് പൂണൂരിടൽ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പുസ്തകങ്ങളൊക്കെ ധാരാളമായിട്ട് കിട്ടും. നമുക്ക് മന്ത്രം അതിൽ വായിച്ചു പഠിക്കാം. പക്ഷെ മന്ത്രം പഠിച്ചാൽ പോലെ യഥാർത്ഥത്തിൽ തന്ത്രം കൂടി വേണം. നമുക്കൊരു പൂജ എങ്ങനെ കഴിക്കണം, പ്രത്യേകിച്ചും ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുകളെ പറ്റി അത് ഒരാളുടെ കൂടെ നിന്ന് പരിശീലിച്ചാൽ മാത്രമേ അത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ജയമണി ഞാൻ ഒരേ പ്രായക്കാരാണ്. ഞാൻ ഒന്നിച്ച് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്. ജയമണിയുടെ ഉപനയനം കഴിഞ്ഞു. മുത്തശ്ശൻ്റെ കൂടെ അന്ന് മുത്തശ്ശൻ കൂടെ മേശാന്തിയായിട്ട് പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശൻ എൻ്റെ കൂടെ വളരെ കാലം ഒരു ഗുരുകുലത്തിൽ എന്ന പോലെ ശ്രീകൃഷ്ണനും സുധാമാവും ഒക്കെ ഗുരുകുലത്തിൽ ഇരുന്ന് ആണല്ലോ പഠിച്ചിരുന്നത്. അതുപോലെ പക്ഷെ വിറകുകൊട്ടലും വെള്ളം കോരലൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മുത്തശ്ശനിടയ്ക്ക് വെറ്റിലെ പോലെയൊക്കെ പഠിക്കാൻ പറയും ഞങ്ങളോടൊക്കെ. ജയമണി ഉണ്ടായിരുന്നു കുറേ കാലം. അതിനുശേഷം ഞാനും കുറച്ചു കാലം മുത്തശ്ശൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശന് വളരെ പ്രിയപ്പെട്ട ഒരു പേരക്കുട്ടി മാത്രമല്ല, ശിഷ്യനും ഒരു സഹായം കൂടി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പം ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങുകൾ ആവാൻ ഒരവസരം ഒരുക്കി തന്ന
ഇതിൻ്റെ ഭാരവാഹികളോട് കേരളശ്ശേരി ഹൈസ്കൂളിലെ 84 ബാച്ചിലെ 193 പേർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ സഹപാഠിയെക്കുറിച്ച് ഈ വേദിയിലെ മഹത്വങ്ങൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ സശ്രദ്ധം കേട്ടു. ഞങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള സഹപാഠിയെക്കുറിച്ച് എഴുതിയ ശില്പചാതുര്യം നിറഞ്ഞ മംഗളപത്രത്തിലെ വരികൾ ഞങ്ങൾ അത്യധികം ആനന്ദത്തോടുകൂടി ശ്രവിച്ചു. ഇതിൽ കൂടുതൽ മഹത്തരമായിട്ടുള്ള ഒരു യാത്രയപ്പ് സമ്മേളനം ഞാൻ ഇതുവരെ ദർശിച്ചിട്ടില്ല. അതിന് ഭാഗ്യം സിദ്ധിച്ച ഞങ്ങളുടെ സഹപാഠിയോട് ചെല്ല അസൂയയോടുകൂടി ഞങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. കൂടുതലായി പറയാൻ പറ്റിയ ഒരു വേദി അല്ലെങ്കിൽ കൂടി ശ്രീ പി വെങ്കടേശൻ എന്ന ഞങ്ങളുടെ സഹപാഠിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ 1-2 കാര്യങ്ങൾ പറയാനുള്ളത് പറയാൻ ഈ വേദി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാക്ഷ്യമാണ് അദ്ദേഹം. തൻ്റെ മനസ്സിൽ വളരെയേറെ വിഷമതകളും ആകുലതകളും ഒക്കെ പേറി ഭഗവാന്റെ മുന്നിൽ അതൊക്കെ അർപ്പിക്കുന്നതിനായി എത്തുന്ന ഭക്തന് നമ്മൾ പലപ്പോഴും ഭഗവാന്റെ പ്രതിരൂപമായി കാണുന്ന മേൽശാന്തിയുടെ വാക്കുകൾ എത്രത്തോളം ആശ്വാസകരമാകുമെന്നത് ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രസംഗിച്ച എല്ലാവരും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും, മറ്റുള്ള കേരളശ്ശേരിക്കാരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ഈ വിരമിക്കൽ വളരെ നേരത്തെ ആയിപ്പോയോ എന്ന് ആശങ്കപ്പെടുന്നത്. അദ്ദേഹത്തെ മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനം പതിം വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷു വിശ്വാധാരം ജഗൻസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. വേദിയിലിരിക്കുന്ന നമ്മളെല്ലാം പ്രിയങ്കരനായ ശ്രീ KS കുമാരനായ ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവത് സേവയ്ക്ക് വേണ്ടി ഇപ്പോൾ വേദി വിട്ട് പോകേണ്ടി വന്ന ആചാര്യൻ ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ പരമേശ്വരൻ കൂട്ടിപ്പോയി, പൂജനീയ സ്വാമിജി കൃഷ്ണാത്മാനന്ദജി, പണ്ഡിതരത്നം ശ്രീ മാധവൻ സാർ, ശ്രീമതി KP സുഭദ്ര ടീച്ചർ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും എൻ്റെ
സാദര നമസ്കാരം. ഒരു കാൽനൂറ്റാണ്ടിലേറെ വെള്ളപ്പാടി ദേവരുടെ സ്നേഹം ഏറ്റുവാങ്ങി ആ പാതാരങ്ങളിൽ പൂജ കഴിക്കാനും ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം അവർക്ക് ദേവരെ കൊണ്ട് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ എന്നോട് പറയാറുണ്ട്. ഞാനത് എൻ്റെ തന്നെ ആവശ്യം എന്നുള്ള നിലയ്ക്ക് ദേവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് പൂജകളായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സ്നേഹക്കണിൽ അല്ലലറിയാതെ ഒരു ഗാർഹസ്ഥ്യകാലം കടന്നു പോകുന്നത് നോക്കി നിൽക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞാൻ. എൻ്റെ ഗുരുനാഥനും മുത്തശ്ശനുമായ ബ്രഹ്മശ്രീ EP നാരായണ ശർമ്മ 7 പതിറ്റാണ്ടോളം പൂജ ചെയ്ത കള്ളപ്പാടി ദേവരുടെ പൂജാകാര്യങ്ങൾ എന്നോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. ശാന്തിക്കാരുടെ വരുമാനം തുച്ഛമായിരുന്നൊരു കാലത്താണ് ഈ ഏറ്റെടുക്കൽ നടത്തണം, ഇവിടെ കൊണ്ടു നടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കുടുംബം, കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഇതെല്ലാമുള്ള ജോലി വിട്ട് ദേവരെ സേവിച്ചാൽ നടക്കുമോ എന്ന എൻ്റെ ഉള്ളിലെ സംശയം മനസ്സിലാക്കിയ പോലെ അന്ന് മുത്തശ്ശൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഏറ്റെടുത്തോ, എല്ലാം ദേവര് നോക്കിക്കോളും, സ്വന്തം എന്ന എപ്പോഴും കരുതണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. സ്കൂൾ പഠിക്കുന്ന കാലത്ത് പൂജയും മന്ത്രങ്ങളും പഠിക്കാനും മുത്തശ്ശനെ സഹായിക്കാനും സ്ഥിരമായിട്ട് അമ്പലത്തിൽ വന്നിരുന്നുകൊണ്ട് സ്വന്തമാണെന്ന് കരുതി ദേവരെ സേവിക്കാൻ കഴിയുന്നു എന്നത് ചാരിതാർത്ഥ്യമുണ്ട്. പഞ്ചമഹായജ്ഞ പ്രമാണത്തിൽ നടന്നു വരുന്ന ക്ഷേത്ര പൂജകളിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആർഷഭാരത പ്രാർത്ഥന കൂടി ചേരുമ്പോഴാണ് ഭഗവത് ചൈതന്യം ആയുരാരോഗ്യ സൗഖ്യങ്ങളെല്ലാം നേർന്നുകൊണ്ട് നാട്ടിൽ അലയടിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയുമായിരുന്നു. അദ്ദേഹം കൊളുത്തിയിട്ട് എൻ്റെ കയ്യിൽ തന്ന ഒരു തിരി പ്രകാശപ്പൊലിമ ഒട്ടും കുറയാതെ കാത്തു രക്ഷിക്കാൻ സാധിച്ചു എന്നതിലും ഞാൻ കൃതാർത്ഥനാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയും കാലത്തെ വളർച്ച, ആ ഒരു തിരി അന്ന് കൊളുത്തിവെച്ച ആ തിരിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതിന് കർത്തവ്യനിരതരായ ഒരു ഭരണസമിതിയെ ദേവര് തന്നെ കണ്ടെത്തിയതാണ്. ആ ഭരണസമിതിക്കുള്ള ഊർജം പകരുന്നതും ദേവരാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ കള്ളപ്പാടി ദേവര് വിചാരിക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് ഞാൻ എപ്പോഴും ഇവിടെ നടക്കുന്ന മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ ഭരണസമിതി യോഗങ്ങളിൽ ചോദിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്. കള്ളപ്പാടി ദേവര് ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിജയമായിട്ട് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഭരണസമിതി പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാഭ്യാസവും മലമ്പുഴ ITIയിൽ നിന്ന് സ്റ്റെനോഗ്രാഫിയും കഴിഞ്ഞ് ബോംബെയിൽ പോയി ഒരു സ്വകാര്യ കമ്പനിയിൽ സ്റ്റെനോഗ്രാഫറായിട്ട് ആദ്യം അപ്പോയിൻമെൻ്റ് കിട്ടുമ്പോൾ അവിടെ ഒരു ഡിവിഷൻ മാനേജറുണ്ടായിരുന്നു, K. പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത്, നിങ്ങളുടെ ലൈഫിലെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 56 വയസ്സിൽ റിട്ടയർ ആവണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അത് ആരും പറയാത്തൊരു ലക്ഷ്യമാണ്. ഇങ്ങനെ ഒരു ലക്ഷ്യം ഒന്നും ആരും പറയാറില്ല. വിവാഹം കഴിക്കണം, ബിൽഡിംഗ് കെട്ടണം, കാറ് വാങ്ങണം, അത് വാങ്ങണം, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ. നിങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 56 വയസ്സിൽ എനിക്ക് ജോലി മതിയാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ ഈ നമ്മൾ പറയാറില്ലേ, ആശ്രമങ്ങൾ, അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെയുള്ള ആശ്രമാവസ്ഥകൾ ബ്രഹ്മചര്യാശ്രമത്തിൽ ചേരുകയായിരുന്നു. അപ്പോഴാണ് തീർച്ചയായിട്ടും
നേരത്തെ പറഞ്ഞ മുത്തശ്ശൻ്റെ അവസ്ഥ പോലെ നമ്മൾ വളരെ വയ്യാത്ത അവസ്ഥയിലും വന്ന് ചെയ്ത് അങ്ങനെയുള്ളൊരു അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനൊരു പിൻഗാമിയെ കണ്ടെത്തണം. പിൻഗാമിയെ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പലർക്കും അത് സൂട്ടായില്ല. അതായത് അവർ ഉദ്ദേശിച്ച പോലെ എല്ലാ കള്ളപ്പാടിയുടെ കാര്യങ്ങളെന്ന് തോന്നിയതുകൊണ്ട് അവർക്കത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയിക്കുകയും പിന്നെ അതിനായിട്ടുള്ള തീവ്ര ശ്രമം തുടങ്ങുകയും ചെയ്തു. പക്ഷെ അത് നടന്നില്ല. എന്നാൽ അടുത്ത ശ്രമമായിട്ടായിരുന്നു ഞാൻ ഈ വിരമിക്കൽ ഒരു നോട്ടീസായിട്ട് കൊടുക്കും. അപ്പോൾ വിരമിക്കൽ നോട്ടീസ് കൊടുത്തപ്പോൾ സെക്രട്ടറി പ്രസിഡന്റും ഖജാൻജി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ലാതെ തിരുമേനിയെ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുന്നു. ആദ്യം അവർ വിട്ടുപോകണ്ട എന്നുള്ളത് എനിക്കറിയാം. നമ്മുടെ പേഴ്സണൽ മോട്ടോ ആണ്, അല്ലെങ്കിൽ നമ്മൾ സ്വയം എടുത്തൊരു തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. മറ്റുള്ളവരെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനോളം നമ്മളെടുക്കുന്ന തീരുമാനം നടപ്പാക്കുക എന്നുള്ളത് ആ ഒരു പ്രായത്തിനനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്നാൽ തിരുമേനി തന്നെ ഒരാളെ കണ്ടെത്തൂ എന്ന് പറഞ്ഞ് പ്രാദേശിക സഭയിലും എല്ലാം നമ്മളതിൻ്റെ വിവരങ്ങൾ കൊടുക്കുകയും അതിനനുസരിച്ചിട്ട് ഒരാൾ ജമനീട്ടാണ് ഞാൻ വരാം. അപ്പോൾ ഞാൻ ചെല്ലും പറഞ്ഞു, അദ്ദേഹം വളരെ അമ്പലങ്ങളിൽ പൂജ വെച്ചിട്ടുള്ള ആളാണ്. വിക്രമോദ്ദേശത്തിലും ഇവിടെ നേരമുള്ള ശിവക്ഷേത്രത്തിലൊക്കെ പൂജ വെച്ചിട്ടുള്ള പൂജാധികാരികളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ആചരണങ്ങളിലും അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു 3 മാസം മുമ്പ് തന്നെ വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിക്കുന്നില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന കാഴ്ചയും പുറത്തു നിന്ന് ഉള്ളിലേക്ക് നോക്കുന്ന കാഴ്ചയും രണ്ടും രണ്ടാണ്. ഞാൻ ഈ ശ്രീലകത്ത് നിന്ന് പുറത്ത് നിങ്ങളുടെയൊക്കെ മുഖം കാണുന്നതും പുറത്തു നിന്ന് ശ്രീലകത്തിരിക്കുന്ന തേവരുടെ മുഖം കാണുന്നതും രണ്ടും രണ്ട് രീതിയാണ്. അതിപ്പോൾ ഈ അടുത്ത കാലത്തേക്ക് കൂടെ, കാരണം അദ്ദേഹം പൂജ കഴിക്കുന്ന സമയത്ത് ഞാൻ മണ്ഡപത്തിലിരിക്കുമ്പോൾ എനിക്കത് നിങ്ങളെങ്ങനെയാണ് തേവരെ കാണുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, ആ കാഴ്ചയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പറഞ്ഞും തിരുത്താനും അത് വേണ്ട വഴിക്കാക്കാനും ഇപ്പോൾ ചുമതലയേൽക്കുന്ന ശ്രീ നീലമന പ്രസാദ് അദ്ദേഹം അതെന്നോട് ചോദിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ പുതിയ മേൽശാന്തി അപ്പോയിന്റ് ചെയ്തതിലുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ പുറത്തിടുന്നതിൻ്റെ അകത്തേക്ക് കാണുന്ന കാഴ്ച, അത് ഈ ഭക്തജനങ്ങളെല്ലാം കാണുന്ന കാഴ്ച, നമുക്കത് ആ ഒരു അനുഗ്രഹം എല്ലാ കാലത്തും ഭഗവാന്റെ ഉണ്ടാവാൻ, ആ കാഴ്ചയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനെല്ലാം നിങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് തേവരുടെ ഒരു നിയോഗമാണ്. കാരണം മുത്തശ്ശൻ അത് അന്ന് പറഞ്ഞിരിക്കുന്നത് സ്വന്തം എന്ന് കണ്ടിട്ട് ചെയ്യണം എന്നാണ്. അപ്പൊ സ്വന്തം എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമ്മളത് ഇതെന്റെ മാത്രമാണ് സ്വന്തം എന്നുള്ള രീതിയിൽ കാണാൻ പാടില്ല. കാരണം സ്വന്തം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വന്തമാണ്. അപ്പൊ ആ സ്വന്തക്കാർക്ക് മുഴുവൻ ആ ക്ഷേത്രത്തിന്റെ വളർച്ചയിലും അവിടുത്തെ തേവരുടെ പൂജാതി കാര്യങ്ങളിലുമെല്ലാം സഹകരിക്കാനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവരെല്ലാം ഇന്നത്തെ കാലം വരയ്ക്കും കൂടി യോജിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു വന്നത്. ആ ഒരു ഈ 26 കൊല്ലക്കാലത്തെ പൂജാ കാര്യങ്ങളുടെ ഇടയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് ഗൃഹങ്ങൾ, ഏതാണ്ട് ഞാൻ നാളൊക്കെ ഡയറികളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു 750 മുകളിൽ വീടുകളിലെ ഗൃഹപ്രവേശം ചെയ്യാൻ, അതിന് ഗണപതി ഹോമം ചെയ്തു കൊടുക്കുന്ന ഒരു ഭാഗ്യം ഈ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി, അതായത് ഞാൻ കളപ്പാട് ക്ഷേത്രത്തിൽ മേൽശാന്തിയാണ് എന്നുള്ളത് ഈ വിവിധ സ്ഥലങ്ങളിലെ ഗൃഹങ്ങളിൽ പോയിട്ട് അവർക്ക് പരിചയപ്പെടുമ്പോൾ എന്തെങ്കിലും കാലത്ത്, പ്രത്യേകിച്ച് പറയങ്കാട് അല്ലെങ്കിൽ മങ്കര, അതുപോലെ കോങ്ങാട്, മുണ്ടൂർ, ആ ഭാഗങ്ങളുള്ള പല ആളുകളും ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ഒരു പരിചയത്തിനുമുള്ള, അത് പണ്ട് മുത്തശ്ശൻ തുടങ്ങി വെച്ചാണ്. കാരണം മുത്തശ്ശൻ ഉച്ചേരി, ചടായ, കോങ്ങാട് എന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും ഗുരുസ്വാമിയായിരുന്നു. അപ്പൊ അവിടുന്നൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വന്നിരുന്ന, അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഈ പോകുന്ന ഗ്രഹങ്ങളിലുള്ള അവർ ഞങ്ങളൊരിക്കൽ വെള്ളപ്പാടിക്ക് വരാട്ടോ എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ പലരും പല സ്ഥലത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കാരണം ആയത്
വെള്ളപ്പാടി തേവരാണ്. വെള്ളപ്പാടി തേവരയ്ക്ക് സേവിക്കാൻ പറ്റിയ ഒരു അവസരം തന്ന എൻ്റെ ഗുരുനാഥനോടാണ് എനിക്ക് കടപ്പാടുള്ളത്. പിന്നെ ഈ ഒരു ആദരവ് അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് സത്യത്തിൽ ഞാനൊരു പ്രതീക്ഷിച്ചായിരുന്നില്ല, ഇങ്ങനെയൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരാണ് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തത്. എങ്കിലും ഈ ഒരു സ്നേഹാദരവ് തന്ന് എന്നെ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ച എല്ലാ സജ്ജനങ്ങൾക്കും ഈ ഭരണസമിതി അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേവലയുടെ പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. കൂടാതെ ഇവിടെ ഒരു സുവർണ മുദ്ര ശ്രീ പൂജനീയ കൃഷ്ണാത്മാനന്ദജി എനിക്ക് കേരളത്തിലേക്ക് തരികയുണ്ടായി. ഞാനതിന് വളരെയധികം സന്തോഷവാനാണ്, വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഈ ഭരണസമിതിക്ക് മുന്നിൽ. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹമാണ്, നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്, നമ്മുടെ ഭഗവാന്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിന് നമ്മൾ സാധാരണ ഉപഹാരങ്ങൾ സമർപ്പിക്കാറുണ്ട്. ഭക്തരില്ലാതെ അല്ലെങ്കിൽ ഒരു വിഷമങ്ങളില്ലാതെ ഉള്ള ഒരു ജീവിതം എനിക്ക് നൽകിയ ആ തേവരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹത്തണൽ എനിക്ക് എന്നും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. കൂടാതെ ഈ കാലയളവിൽ ഈ പ്രവൃത്തി തിരക്കുകൾ, കാരണം ഒരു ക്ഷേത്ര മേൽശാന്തിക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ചിലർ വന്നിട്ട് തിന്നരി എത്ര മണിക്ക് പ്രസാദം പായസം 8 മണിക്ക് കിട്ടുമോ 8:15 കിട്ടുമോ എന്നുള്ള ആ തിരക്ക് നമ്മൾ ഒറ്റയ്ക്കാണുണ്ടായിരുന്നു. കാരണം ഇവിടെ മേൽശാന്തി പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ജീവിത പ്രാരംഭങ്ങൾ പല തിരക്കുകളായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവരോട് ലേശം കുട്ടിക്ക് സംസാരിക്കേണ്ടി വരും. അതായത് ഒന്ന് നിൽക്കൂ, അല്ലെങ്കിൽ പോയിട്ട് തിരക്കേണ്ടി പോയിട്ട് പിന്നെ വരൂ എന്നൊക്കെ പറയുന്ന രീതിയിൽ എൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ തേവരെ കാണാൻ വന്നിട്ടുള്ള ആർക്കെങ്കിലും ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വെള്ളപ്പാടി തേവരുടെ ഒരു വിനീത ശിഷ്യൻ അല്ലെങ്കിൽ വിനീത ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും മറന്നു കളയുക. എന്നിട്ട് തേവരെ പൂർവാധികം ശക്തിയായിട്ട് തേവരെ പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സുവർണ മുദ്ര എൻ്റെ കൃഷ്ണൻ്റെ മാറത്ത് എന്നും ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞാനത് നമ്മുടെ ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ സ്മാരകത്തിൽ 2 വാക്ക് പറയണം. പ്രൗഢഗംഭീരമായ വേദികയെ അലങ്കരിക്കുന്ന ആദരണീയരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കേരളശ്ശേരി നിവാസികളുടെയായ ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളശ്ശേരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പ്രശസ്തമായ ഒരു സാംസ്കാരിക സമ്മേളനത്തിനാണ്. നാം എല്ലാം ജയമണി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന കള്ളപ്പാടി തേവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേൽശാന്തിയായി ദീർഘകാലം പ്രവർത്തിച്ച ശ്രീ PP വെങ്കടേശ്വരന് ഔദ്യോഗിക വ്യക്തിത്വത്തിൽ നിന്നുള്ള യാത്രാമൊഴിയാണ് നാം സ്നേഹപൂർവ്വം ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ഒരു മേൽശാന്തിക്ക് ലഭിക്കാവുന്ന അല്ലെങ്കിൽ കേരളശ്ശേരിയുടെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഈ ഒരു വേദിയെ അദ്ദേഹം ഭാഗ്യവാനാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ചടങ്ങെങ്കിലും അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഒന്ന്, സാധാരണയായി നന്ദി പറയുമ്പോൾ ഞാനും ലൈറ്റ് ആൻഡ് സൗണ്ടിലുള്ള എൻ്റെ രമേഷും മാത്രമേ ബാക്കി ഉണ്ടാവുക പതിവുള്ളൂ. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോകുന്ന ഒരു സാധാരണ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെല്ലാം തന്നെ നമ്മുടെ ബഹുമാന്യ തന്ത്രി അമ്പലത്തിലും ബഹുസേവയുടെ തിരക്കിലാണെന്ന് അറിയാം. ബാക്കി എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു മഹത് ചടങ്ങിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്നത് കാണുമ്പോൾ തന്നെ
അദ്ദേഹത്തിന് കൊടുക്കുന്ന യാത്രാമൊഴിയെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സദസ്സിലെ ആളുകൾ തന്നെ അവസാനം വരെ കാത്തിരിക്കുന്നതും ജയമണിയോടുള്ള സ്നേഹം, ജയമണിയോടുള്ള ആദരവും തന്നെയായിരിക്കുമെന്ന് സംശയമില്ല. ഇനി ജയമണിയെ കുറിച്ച് 2 വാക്ക്. ഞാൻ കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അനിയന്റെ ക്ലാസ്സിൽ 1984 ബാച്ചായി 8ാം ക്ലാസ്സിൽ വന്നു. ന്യായേന മാർഗേണ മഹിമഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വിഷ്ണുമഹേശ്വര സാന്നിധ്യത്താൽ പുണ്യം നിറഞ്ഞൊരേ മണ്ണിൽ നിന്നും ഉദയസൂര്യൻ തൻ പ്രോജ്വല കാന്തി പോൽ പ്രതീക്ഷയേകുന്ന തൂമന്ദഹാസമായി 3 പതിറ്റാണ്ടു കാലമായി ദേശത്തെ ഐശ്വര്യ ശ്രീകോവിലിൻ നിസ്വാർത്ഥ സേവകൻ യാത്രാമൊഴിയോതി പടിയിറങ്ങിയിടവേ ചൊല്ലേണ്ടതെന്തെന്നറിയാതെ വാക്കുകൾ നിഷ്പ്രഭമാകുന്നൊരേ മുഹൂർത്തം. നിഷ്കാമമാകുമീ ജീവിതയാത്രയിൽ കർമ്മമണ്ഡലത്തിലെ പ്രാവീണ്യത്തോടൊപ്പം ശതകോടി ഭക്തർക്ക് സാന്ത്വനഗീതമാം താവക വാക്കുകൾ മാത്രം പോരും. കള്ളപ്പാടി തൻ മാനസത്തിൽ അക്ഷയ ജ്യോതിയാവാം. കാരുണ്യക്കാതലാകും കേശവൻ തന്നുടെ കൺകോണിൻ തൃക്കടാക്ഷത്തോടൊപ്പം ശൈലേശൻ തൻ്റെ ആശിസ്സേറ്റുവാങ്ങുവാൻ നിത്യം സാധ്യമായൊരീ ജന്മം ധന്യം താവക ജീവിതം മഹാമതേ. നീണ്ടുകിടക്കുന്ന ജീവിതയാത്രയിൽ കർമ്മനിരതനായി സേവന സന്നദ്ധനായി കള്ളപ്പാടിയോടൊപ്പം എന്നുമുണ്ടായിടേണം എന്നൊരു വാക്കുമാത്രം ചൊല്ലി നൽകിയിടുന്ന സ്നേഹത്താൽ കോർത്തൊരീ ഹാരം സ്വീകരിച്ചാലും അഞ്ജലിബദ്ധരായി നിൽക്കുന്ന ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥനയൊന്നു മാത്രം. സർവേശൻ കാത്തിടട്ടെ ഇനിയുമിനിയുമീ ജീവിതം ധന്യമാകാൻ. 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച് ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെന്നെന്നും പുത്രകളത്രാദി ബന്ധുക്കളോടൊപ്പം പെരുമനയിൽ വാഴാൻ കാത്തരുളട്ടെ ദേവർ, കാത്തരുളട്ടെ ദേവർ.